ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ആരും ഇതുവരെ കളിക്കാത്തൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്, സ്കാറി ടീച്ചർ 3D. അപ്പം നമ്മളിതിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ ടീച്ചർ സൺബാത്ത് ചെയ്യാൻ പോവും. അപ്പോൾ ആ സ്റ്റെയർ നമ്മൾ വെട്ടിക്കൂട്ടിയിടണം, അത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് പോയി ടീച്ചർക്ക് പണി കൊടുക്കാം. ഓക്കെ ഗൈസ്, കം ഓൺ വിത്ത് മീ. നീ കുഞ്ഞു പിള്ളേരെ ക്ലാസ്സിൽ വെച്ച് പേടിപ്പിക്കുമല്ലടി, നിളക്കുള്ള പണി ഞങ്ങൾ എല്ലാവരും തരുന്നുണ്ട്. ഓ ഗൈസ്, വെറൈറ്റി എക്സസൈസ്. ഇതാണോ ഇവളുടെ എക്സസൈസ്? ഓ, ഇരിക്കങ്ങട് മുട്ടുവേദനയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്കിനി പോയിട്ട് പണി കൊടുക്കാം. ഹൈ, ചാടാൻ പറ്റുന്നുണ്ടല്ലോ, കങ്കാരുവിൻ്റെ മോനാന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ചാടിപ്പോവും. ഓ, അവിടെ സുനാപ്പിളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ആദ്യം അതിൻ്റെ സാധനം എടുക്കണം, ബെൽറ്റ് അടിക്കാം. അപ്പം ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി എടുക്കാനും പറ്റും. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ബുദ്ധിയും? കൊള്ളേണ്ടള്ളായി. അപ്പം നമുക്ക് ഷെഡിൽ പോയി നോക്കാം. ഷെഡിലായിരിക്കുമല്ലോ മരം മുറിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഇത് വെച്ചിട്ട് ടീച്ചറുടെ കസേര നമ്മളിന്ന് വെട്ടും. ടീച്ചറെ വെട്ടിക്കൂട്ടാൻ പറ്റുമോ? ഇതെന്താണ്, എന്തൊക്കെയുണ്ട് ഗൈസ്? കുറേ സാധനങ്ങൾ, ക്രോബാറ് എല്ലാം പിന്നെ ഷെഡിൽ ഇവർ വെക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ടീച്ചർ. ഈ പെണ്ണുപിള്ളയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ അവിടെ ഇരുത്തി പേടിപ്പിക്കുകയാണ് ഗൈസ്. എന്നെ പേടിപ്പിക്കില്ലാന്നറിയോ? പേടിപ്പിച്ച് മുള്ളിക്കും. ഈ ചക്കണ്ണനെ അറിയാതെ ഒന്ന് ഹോംവർക്ക് ചെയ്യാതെ വന്നതിന് പെണ്ണുപിള്ള തല്ലി. ഒന്നാണ് തല്ലാൻ വരുന്നത്. വീട്ടിൽ പണി കൊടുക്കണം. പുലിമുരുകൻ്റെ ആളാന്ന് തോന്നുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ മടയിൽ പോയി തന്നെ പണിയണം. അതുകൊണ്ട് ടീച്ചറുടെ വീട്ടിൽ വന്ന് പണിയുന്നുണ്ട്. നമുക്ക് വേഗം ടീച്ചർ വരുന്നതിന് മുമ്പ് ഓടിപ്പോവാം, അല്ലെങ്കിൽ ടീച്ചർ പിടിച്ച് ചുമരുമേ പറ്റിക്കും. ചാടി നമ്മൾ കങ്കാരു തന്നെ ഗൈസ്. എന്നെ ചാട്ടയോടെ ഒറ്റ ചാട്ടത്തിന് മരുത്തിനെ മണ്ടൊക്കെ കയറുന്നത്. ഇവിടുന്ന് അപ്പോട്ട് ചാടാൻ പറ്റില്ല. ചാടാൻ പറ്റില്ല, നമ്മൾ ഗേറ്റ് തുറന്ന് തന്നെ പോകണം. ഓക്കെ ഗൈസ്, ടീച്ചർ ഇതാ മന്ദം നടക്കുന്നു, ഇരിക്കുന്നു, വീഴുന്നു. ഹായ്, തല കറങ്ങി ഇപ്പം അവിടെ കിടക്കും. പന്ന ടീച്ചർ എങ്ങനെയാ? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതിൽ ടീച്ചർക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. അപ്പം നമ്മളതിൽ എന്തൊരു ചെറിയ കുരുത്തക്കേട് ഒപ്പിക്കാൻ പോവാണ്. ചെറിയ കുരുത്തക്കേട്, ചെറുതായിട്ടൊരു മണ്ണെണ്ണ ഒഴിച്ച് വെക്കാൻ പോവാണ് ഗൈസ്. തുറക്കാൻ തുറന്നു. ചാടി മണ്ണെണ്ണ എന്തായാലും ഷെഡിൽ തന്നെ ഉണ്ടാവും ഗൈസ്. നമ്മളൊക്കെ മണ്ണെണ്ണ വീട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെക്കും, പെണ്ണുമ്പിള്ള ഷെഡിൽ വെക്കും. ഭയങ്കര ഐക്കോണിക് ബുദ്ധിയാണ് ഗൈസ്. പിന്നെ ഒരു ജ്യൂസ് ഉണ്ട്, നമുക്ക് പിന്നെ കൂച്ചാം. ഇപ്പം നേരെ പോയി പെണ്ണുമ്പിള്ളക്ക് പണി കൊടുക്കാം. ചാടിയും അങ്ങോട്ട് കയറല്ല. പിന്നെ ഗൈസ് നിങ്ങൾ കണ്ടോ, ലോക്കിട്ട് വെച്ചേക്കോ. നമ്മളൊന്ന് പണി ചെയ്യുന്നുണ്ട് സാറല്ല. ഒരു വഴി കഴിഞ്ഞാൽ നമുക്ക് 10 വഴിയുണ്ട് വേറെ. നമ്മൾ ഇതിലൂടെ കയറും. ജനലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടില്ലേ, ആൾക്കാർക്ക് തുള്ളിക്കയറാൻ പറ്റുന്ന പോലെ. ഓക്കെ ഗൈസ്, പുള്ളിക്കാരി വരുന്നുണ്ട്. നമ്മളെ കണ്ടു. നമ്മളിതാ ഓടുന്നു. നമ്മളെ കണ്ടു ഗൈസ്, നമ്മളെ കണ്ടു. എന്തോ കാലമും കയറി. നമുക്ക് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരണം. വെള്ളം കിട്ടി. വെള്ളം കുറച്ച് കുടിക്കായിരുന്നു. ഇത്ര നേരം ഓടിച്ചാടി നടന്നതല്ലേ ഗൈസ്. പെൺവെള്ളം മന്ദം നടന്നു വരുന്നുണ്ട്. ഇങ്ങോട്ടെങ്കിലും പോകട്ടെ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് ചുമരുമ പറ്റിക്കുമോ പെണ്ണുങ്ങൾ. ഭയങ്കര സൈക്കോ മൂടാ ഗൈസ്. കുറേ സമയം അവിടെ കുത്തിയിരുന്നിട്ട് പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്. പയ്യെ പോകുന്നുള്ളൂ. ഇതിനേക്കാൾ സ്പീഡ് പോവും. ഓക്കെ, റൺ ബിഫോർ മിസ് ടി ക്യാച്ച് യു ഗൈസ്. ടീച്ചറിന്ന് ഇവർ വിളിക്കില്ല കേട്ടോ. ഇത് ലോക്കാണല്ലോ പണ്ടാരം. നമ്മളെന്താ പറഞ്ഞത്? ഇതിൽ ടീച്ചറൊന്നും വിളിക്കില്ല, ടി അങ്ങനെ വിളിക്കുക. ഫുൾ ഫോം അല്ല, ഷോർട്ട് ഫോം. ഞാനെന്ത് തേങ്ങയായി പറയുന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിങ്ങനെ ചാടി ഇവിടുന്ന് പോവാം. നമുക്ക് പുറത്ത് പോയി ഗേറ്റ് അടച്ച് പുറത്ത് നിൽക്കാം. അപ്പം പെണ്ണുമ്പിള്ള വരുമ്പം നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാമല്ലോ. ഓക്കെ ഗൈസ്, പെണ്ണുമ്പിള്ള ഓടി വരുന്നു. ഇങ്ങോട്ടാണ് ഓടി വരണേ.
ഇങ്ങോട്ട് തന്നെയാണല്ലോ. ദേ ഗൈസ് ഓടി വരണം, നമുക്ക് ഓടിപ്പോവാ. ഈശ്വര, അങ്ങോട്ട് പോകാൻ വഴിയില്ല, പുറത്തിറങ്ങി ഒന്ന് പിടിക്കുമോ ഗൈസ്? മുട്ട എറിയണ് ഇലിമിനാണ്ടി ടീച്ചർ, മുട്ടയൊക്കെ എടുത്തെറിയ. അട്ട ഗുമ്മൾ ടീച്ചറേ പോയി. ടീച്ചർക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. സ്പീഡിൽ പോയിട്ട് അതങ്ങ് കത്തിക്കുന്നേ. നിന്ന് കത്തണം, വെറുതെ അല്ല ഗൈസ് ഈ കുട്ടികൾ ടീച്ചർക്ക് പ്രാങ്ക് പണിയുന്നത്. ഇതിൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് കണ്ടേ മുട്ടയൊക്കെ എടുത്തെറിയണേ. അല്ല, നമ്മളെങ്ങനെയാണല്ലോ അല്ലേ ഈ കുട്ടി. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ഈ ടീച്ചറുടെ ഭാഗത്ത് നിൽക്കില്ല, ഞാൻ ഈ കുട്ടികളുടെ കൂടെയാണ് ഗൈസ്. നമ്മളെപ്പോഴും നന്മയുടെ കൂടെ മാത്രമേ നിൽക്കാവൂ. അതുകൊണ്ട് ടീച്ചർക്ക് പണി കൊടുക്കാൻ ഞാൻ കൂടെ വെക്കും. പോകുന്നു ടീച്ചർ നടന്നു വരുന്നു. ഇന്നിങ്ങനെ എത്തും ഇത് എന്തെന്നാ ഒരു ഓട്ടോ വിളിച്ചു പോകും. നടക്കുന്നു. കത്തിച്ചു ഗൈസ്, പൊട്ടിച്ചു. യെസ് ഗൈസ്, മിഷൻ പാസ്റ്റ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഗുണ്ടു അമ്മേനെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറെ പാർട്ട് വേണമെങ്കിൽ നമ്മൾ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.